തീർച്ചയായിട്ടും ഈ ഓണമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം വേണ്ടേ? ടീച്ചർ ഏറ്റവും പുതിയ കോഴ്സുകൾ കൂടെ പരിചയപ്പെടുത്താം. മോണ്ടിസോറി TTC വരുന്നുണ്ട്, എല്ലാവർക്കും വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ട് പഠിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഉണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുതിയ തുടക്കവും കൂടിയാണ് അല്ലേ? ഇപ്പോൾ ഓണം നമ്മൾ ആഘോഷിച്ചു, അത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും CC കുടുംബത്തിൻ്റെ ഓണാശംസകൾ. വീണ്ടും ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് CC കുടുംബത്തിലെ എല്ലാവരും, അതിൽ നിങ്ങൾ ഒരുപാട് പേരെ നമ്മുടെ മെയിൻ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സായ സബ്സിഡറി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, CC നെറ്റും സെറ്റും സൈബർ ക്യാമ്പസും ഇംഗ്ലീഷ് ഹബും. അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള എല്ലാ അധ്യാപകരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ഓണവിശേഷങ്ങൾ എന്നറിയാം. അതുപോലെ ഓണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇനിയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നൈസ്മോൻ സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. നൈസ്മോൻ സാറിന് നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ മെയിൻ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സാറ് ഇപ്പോൾ പ്രധാനമായിട്ടും നെറ്റിൽ നമ്മുടെ CSIR ഫിസിക്സിലെ പ്രധാനപ്പെട്ട അധ്യാപകനാണ്. അപ്പോൾ സാറേ നമസ്കാരം. എങ്ങനെയുണ്ട് സാറേ സാറിൻ്റെ ഒരു ഓണവിശേഷങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഈ വർഷം സാറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പ്രത്യേകമായിട്ട്? ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഈ റിസർച്ചും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണത്തിൻ്റെ അതിനിടയ്ക്കാണ് ഇങ്ങനെ പോക്ക്. അപ്പം റിസർച്ചിൻ്റെ ഇടയ്ക്ക് ഓണത്തിന് സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഓണത്തിനോടനുബന്ധിച്ച് എന്തായാലും നമുക്ക് ഒരു ഓഫും നമ്മളെടുക്കും. അപ്പം ക്യാമ്പസിലെ സെലിബ്രേഷൻ ആണെങ്കിലും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ ക്യാമ്പസിന്റെ വൈബും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെലിബ്രേഷൻ ആയിട്ട് അങ്ങനെ പോകും. സാറിന്റെ മോൻ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അതെ 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 തീർച്ചയായും. അപ്പോൾ അതിന്റെ ഒരു സ്പെഷ്യൽ സന്തോഷം എവിടെയായിരിക്കും ഇപ്രാവശ്യത്തെ ഓണം? ഇപ്രാവശ്യം ഓണം എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം അവിടെ ഇപ്പം അവനെ ഒരുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പം ഒരു മുണ്ടൊക്കെ കുഞ്ഞു മുണ്ടൊക്കെ മേടിച്ചു വെച്ചു. അപ്പം അവനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഓണമാണ്. അപ്പം അവനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓണമാണ് ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ CC സൈബർ ക്യാമ്പസ്. CC സൈബർ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പൈതൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനായ ജിതിൻ സർ നമ്മളോടൊപ്പം ഉണ്ട്. സർ, എന്തൊക്കെയാണ് സാറിൻ്റെ ഇപ്രാവശ്യത്തെ ഓണം? സാധാരണ എപ്പോഴത്തെ പോലെ തന്നെ ആയിരിക്കും ഓണം. നാട്ടിൽ തന്നെ ആയിരിക്കും ഓണം. ഫ്രണ്ട്സിന്റെ കൂടുതലായിരിക്കും. കൂടുതൽ നമുക്ക് ഓണത്തിന് നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു, സദ്യ കഴിക്കുന്നു. അപ്പോൾ ഒരാളുടെ വീട്ടിലല്ല, എല്ലാവരുടെ വീട്ടിൽ പോകും. പിന്നെ അത് കഴിയുമ്പോൾ വള്ളംകളി, അതാണ് മെയിനായിട്ടും പരിപാടി. വള്ളംകളി കാണാൻ പോവുക. കുമരകോ? അതെ അതെ. പിന്നെ മെയിനായിട്ടും പിന്നെ ആ സമയത്ത് നമുക്കൊരു അവധി കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ്. അപ്പോൾ നമുക്ക് ഡെയിലി ഓരോ കാര്യങ്ങൾ പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റുഡൻസിനകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം ഇതിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇംഗ്ലീഷ് ഹബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇതിനോടകം വളരെ പരിചിതമായിട്ടുള്ള ഒരു വിങ് തന്നെയാണ് ഇംഗ്ലീഷ് ഹബ്. സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ഇവിടെ മെയിൻ. ഫാരിഷ മിസ്സിനെയും കണ്ടുണ്ടാവാൻ തന്നെയാണ്, എല്ലാവരും കണ്ടുണ്ടാവും. അപ്പോൾ മിസ്സേ, ജിതിൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു, കാരണം അവധിയാണല്ലോ. സോ തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് അടുക്കളയിൽ അരിയും അങ്ങനെ സദ്യ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിലെ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ CCയിലെ ഓണം സെലിബ്രേഷൻ അതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ CC+. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരുപാട് പാരൻസിൻ്റെ അതായത് നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മക്കൾ തന്നെ നമ്മളോടൊപ്പം CC+ കുടുംബത്തിലുണ്ട്. അപ്പോൾ CC+ൽ സുമിത മിസ്സുണ്ട്. മിസ്സേ, ഇപ്രാവശ്യത്തെ ഓണം? എനിക്ക് നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങളുണ്ട്. അപ്പോൾ മെഴുകുതിരി കത്തിക്കല്, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിക്കല്, അതേപോലെ ഓർമ്മ പരീക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു. പിന്നെ കോളേജിലെ ഓണം എന്ന് പറയുന്നത്, ഇപ്പം സാറൊക്കെ പറഞ്ഞില്ലേ കോളേജിലെ ക്യാമ്പസിലെ ഓണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അതാ ഓർത്തത്. അന്ന് നമുക്ക് ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് കോളേജിൽ പോവാം, എല്ലാവരും അന്ന് ഒരുങ്ങിയൊക്കെ വരുന്ന ദിവസമാണ്. പിന്നെ നമ്മുടെ ഷൈജു സാർ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കണക്ക് അധ്യാപകനാണ് ഷൈജു സാർ. അപ്പോൾ സാറിന് തീർച്ചയായിട്ടും ഒരുപാട് ഓണവിശേഷങ്ങൾ ഉണ്ടാവും അല്ലേ? സാറിന്റെ നാട്ടിൽ നിന്ന് അല്ലേ? അതെ, ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടത്തും ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട്
നമുക്ക് എല്ലാവരുടെയും സംസ്കാരം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ക്ലബ്ബുകളിലൊക്കെ പോയി ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്ത് ഇത്തവണത്തെ അങ്ങനെ ഒരു ഇതായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രിയങ്ക മിസ്സേ നമ്മുടെ സെറ്റ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന പ്രിയങ്ക മിസ്സാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ സൈക്കോളജി വിഷയങ്ങളുമായിട്ട് എല്ലാ അധ്യാപക പരീക്ഷകളിലും നമ്മുടെ പ്രിയങ്ക മിസ് ഉണ്ട്. മിസ്സേ, എന്താണ് മിസ്സിന്റെ ഇപ്രാവശ്യത്തെ ഓണം വിശേഷം? ഇത്തവണ ഓണം പാലക്കാട് തന്നെയാണ്. അപ്പം കുട്ടികള് 2 കുട്ടികളുണ്ട്. അവര് പ്ലാൻ ചെയ്യുന്നുണ്ട് അത്തം മുതൽ പൂക്കളിടാനുള്ള പൂക്കൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി അവര് നോക്കി വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു. അപ്പൊ ഇത്തവണ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ ഉത്രാടം ദിവസം അവിടെ തൃക്കാക്കരപ്പനെ വെച്ച് പൂജ കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇത്തവണത്തെ ഒരു പ്ലാനിലുള്ളത്. പിന്നെ സീസിയുടെ ഓണം എന്ന് പറയുന്നത് എപ്പോഴും പ്രത്യേകതയുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുന്നത്തെ ഓണമൊക്കെ വലിയ സന്തോഷം. എപ്പോഴും ഓണം എത്തുന്നത് CCന്ന് തന്നെയായിരിക്കും ഓണാഘോഷമൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. ശില്പ മിസ്സിനെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. CCയിൽ GK വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മത്സര പരീക്ഷകളിലും GK വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപികയാണ്. മിസ്സിന്റെ ഓണം ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഓണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പുലിക്കളി തന്നെയാണ്. തൃശ്ശൂർ പോവും, പുലിക്കളി കാണും. ഇതൊക്കെ തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ. പ്രിയങ്ക മിസ് പറഞ്ഞ പോലെ തന്നെ തൃക്കാരപ്പനെ വെക്കുക, വീട്ടിലെല്ലാവരും വരും. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ അതിഥികളുണ്ട് വീട്ടിൽ. ഞങ്ങളുടെ എല്ലാവരുടെയും ഓണം തുടങ്ങുന്നത് CCയിൽ നിന്നാണ്. ഏറ്റവും അടിച്ചു പൊളിച്ച് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ഓണം തുടങ്ങുന്നത് ഇവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ആശാ മിസ്സിന് തന്നെയായിരിക്കും പറയാവ്. മിസ്സേ, എന്തൊക്കെയാണ് മിസ്സിന്റെ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് എനിക്ക് തോന്നുന്നു CCയിലെ ഓണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര വലിയ രീതിയിലല്ല. അപ്പോൾ ഈ പ്രാവശ്യം വയനാട് ഇഷ്യൂവിന്റെ ഇതായിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മിതമായ രീതിയിലൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എന്നാലും ഒരു ഗെറ്റ് ടുഗദർ എല്ലാവരോടും ഒരു ദിവസം ഒരു ചെറിയ ആഘോഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം. ഇനിയും എൻ്റെ പേഴ്സണൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ CC ഫാമിലി തന്നെയാണ്. എപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. എങ്കിലും നാട്ടിൽ പോവും. അച്ഛനും അമ്മയും ബ്രദറും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ ആയിട്ടുള്ള ചെറിയ ഓണാഘോഷം മക്കളുമായിട്ടൊക്കെയുള്ള അത്തപ്പൂക്കളൊക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് CCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളും അവരുടെ ഓണവിശേഷങ്ങളും. എന്റെ ഓണപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ കോഴ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീകല മിസ് തന്നെയാണ്. മിസ്സിന്റെ ഓണം എങ്ങനെയാ പ്രാവശ്യം? ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളത് കോളേജിലും അതുപോലെ ഇവിടെയുമാണ്. കോളേജിൽ ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ വിചാരിച്ചു ഇനി ഓണം ഇതുപോലെയൊക്കെ എപ്പോൾ ആഘോഷിക്കാനാണ്. നോക്കുമ്പം അതിലും ഒരേ വൈബിലുള്ള ആൾക്കാരുമായിട്ട് എല്ലാ പ്രാവശ്യവും ഇവിടെ ശരിക്കും ഓണം ആഘോഷത്തിന്റെ ക്ഷീണം അറിയുന്നത് ഞാൻ CCയിലാണ്. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളെല്ലാം പരിചയപ്പെട്ടു ഇല്ലേ ശ്രീകല മിസ്സേ? ഇനിയും ആദ്യം നിങ്ങളോടാണ്. അതായത് CC എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള എന്ത് കോഴ്സും CC ഫാമിലിയിലുണ്ട്. അതൊരു ലോങ് വിഷനാണ് CC എന്ന് പറയുന്നത്. ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് മുതലുള്ള കുട്ടികൾ അവർക്ക് ഒരു ജോലി ആവുന്നത് വരെ, ഇനി ജോലി ആയതിനു ശേഷം ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് അങ്ങനെ എല്ലാം ഒരു ലോങ് ടേം പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും CCയിലുണ്ട്. ഓണക്കാലമാണ്. കുറേ കാര്യങ്ങൾ എന്തിനേയും പഠിക്കണം എന്നൊക്കെ ആൾക്കാർക്ക് സംശയമാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകളെ പറ്റിയും അല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ പരീക്ഷകളൊക്കെ തൊട്ട് വരികയാണ്. അപ്പോൾ സ്കൂൾ പരീക്ഷകൾ അത് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഫാരിഷ മിസ് കൈകാര്യം ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇംഗ്ലീഷ് പഠിക്കാം. മിസ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു 30 ദിവസം വേണം മിസ്സേ? 30 ദിവസം വേണ്ട. ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? 30 ദിവസം മിനിമം കിട്ടിയാലും പഠിക്കാൻ പറ്റും. നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമ്മള് സംസാരിച്ചാ പഠിക്കുന്നേ. അപ്പോൾ അത് ഇവിടെ പ്രായമോ ക്വാളിഫിക്കേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ 4 വയസ്സെന്ന് പറഞ്ഞത് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. 71 വയസ്സ് വരെ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അവർ ഇംഗ്ലീഷ് സംസാരിച്ചു. അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ആണെങ്കിൽ ആ രീതിയിൽ, അതല്ല വെറുതെ പേരക്കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കണം, പുറത്ത് പോകണം, അവരെ നോക്കാൻ വേണ്ടി പുറത്ത് പോകണം, അങ്ങനെയൊക്കെ വിഷനായിട്ടാണ് ഓരോരുത്തരും വരിക. അപ്പോൾ ഏത് പ്രായമാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. മലയാളം പറയുന്ന പോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റും. ഏത് സ്കില്ലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇത് വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ 30 ഡേയ്സ് പറയുന്നത്. 30 ഡേയ്സ് ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായി സംസാരിക്കാം. എനിക്ക് ഫാരിഷ മിസ്സിന്റെ ഈ ഇപ്പൊ ഇവിടുത്തെ ഇംഗ്ലീഷ് സബിന്റെ ഒരു പ്രത്യേകത തോന്നിയത് അറിയാമോ? സാധാരണ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും അവിടെ പഠിപ്പിക്കുന്ന മെന്റേഴ്സിനെ കാണുമ്പോഴും ഒക്കെ ഒരു ആശ്വാസമൊക്കെ അല്ലേ? ഒരു അങ്ങനെ ഒരു ജാട അങ്ങനെയൊക്കെ തോന്നുമോ നമുക്ക്? നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തെറ്റുമോ? ഇതൊന്നുമില്ല ഇവിടെ.
കാരണം പാരിഷ മിസ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു ഏറ്റവും വളരെ ഡൗൺ ടു എർത്ത് ആണ്, ആർക്കും അപ്രോച്ചബിൾ ആണ്, വളരെ ഈസി ആയിട്ട്. ഇപ്പൊ എത്ര ഇംഗ്ലീഷ് അറിയാത്ത കുട്ടിയും എത്ര പേടിയോടെ ആ റൂമിലേക്ക് പലപ്പോഴും കയറി വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി അവിടുത്തെ ഒരാളാണ്. പിന്നെ അവർ സംസാരിക്കുന്ന വളരെ ഭയങ്കര കോൺഫിഡൻസിലാണ്. ഓൺലൈൻ ബാച്ചസ് ഉണ്ട്, അപ്പൊ ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ നമ്മുടെ CCയുടെ കാക്കനാടുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിൽ അവിടുത്തെ നമ്മുടെ ഓഫീസ് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേ മാത്രമല്ലേ അവർക്ക് ഒഴിവുണ്ടാവുള്ളൂ. അങ്ങനത്തെ ബാച്ചസ് ഉണ്ടോ? സാറ്റർഡേ സൺഡേ ബാച്ചസ് ഉണ്ട്. അതല്ലാതെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാലോ. അപ്പോൾ ഈവനിങ് ബാച്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ CCയിൽ എത്തിയിട്ട് 3 വർഷമാവുന്നു. 3 വർഷമായിട്ട് എന്തായിരുന്നു ഈ ബാച്ചുകളിൽ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത് എന്താണ്? ഇപ്പൊ എനിക്ക് എത്ര ബാച്ചുകൾ ഇറങ്ങി കാണും? ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് 3 വർഷമാവാൻ പോകുന്നു. അതിനുള്ള ഒരു 100ഓളം ബാച്ചസ് ഇറങ്ങി കഴിഞ്ഞു. പാരലൽ ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. പിന്നെ വേറെ അധ്യാപകരും നമ്മളോടൊപ്പം ഉണ്ട്, സാംസറും അങ്ങനെ കുറച്ചധികം അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ ഒരു ലൈഫ് സ്റ്റക്കായി നിൽക്കുന്നിടത്താണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം ഇംഗ്ലീഷ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു സ്റ്റുഡന്റ് വന്നിരുന്നു, ഫ്ലാറ്റിൽ നൈബേഴ്സിനോടൊന്ന് സംസാരിക്കണം, അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ മുമ്പിലൊന്ന് നേരെ നിന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ലേഡി ഇംഗ്ലീഷ് സംസാരിച്ചതിന് ശേഷം അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം, അത് നമുക്ക് വേറെ, എനിക്ക് തോന്നിയിട്ടില്ല, എന്നെ സംബന്ധിച്ച് വേറെ ഏത് ജോലി ചെയ്താലും കിട്ടും എന്നുള്ളത്. അതുപോലെ ചെറിയ കുട്ടി, ഒരു 3 വയസ്സായ കുട്ടിയെ എബ്രോഡ് കൊണ്ടുപോകണം, അമ്മയ്ക്ക് അമ്മയുടെ ജോലി റിലേറ്റഡ് ആയിട്ട് എബ്രോഡ് കൊണ്ടുപോകണം. അപ്പോൾ ഈ 3 വയസ്സായ കുട്ടി മലയാളം തീരെ സംസാരിക്കുന്നില്ല, കാരണം ഈ ഫ്ലാറ്റിൽ ജീവിച്ചിട്ട്. പക്ഷെ കുട്ടി ആദ്യമായിട്ട് ഒരുപാട് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ആ ഒരു അവരുടെ പേരൻസിന്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ആരും ഇനി പോന്നോളൂ, വീട്ടിലിരുന്നായാലും അല്ലേ? അതെ, ഇവിടെ നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് പഠിക്കാനും ഒക്കെ പറ്റുന്ന കാര്യമാണ്. സൈബർ ക്യാമ്പസിലേക്ക് പോകാൻ നമുക്ക് നമ്മുടെ ജിതിൻ സാറുണ്ട് അല്ലെ? സൈബർ ക്യാമ്പസ് എന്താണ്? നമ്മുടെ CCയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. സാർ, എന്തൊക്കെയാണ് മെയിൻലി നമ്മളവിടെ പ്രോജക്ട്സ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പോൾ സൈബർ ക്യാമ്പസിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ പൈത്തൻ്റെ കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്, അത് ഫുൾ സ്റ്റാക്കും അങ്ങനെയായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാം IT റിലേറ്റഡ് ആയിട്ടുള്ള അതെ അതെ കോഴ്സുകൾ. അതെ. പിന്നെ നമ്മുടെ AI ഉണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ എമർജിംഗ് ആയിട്ടുള്ള AIയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കാനായിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പ്രായപരിധി ഉണ്ടോ? ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ അറിയുന്ന ഒരു ചോദ്യം. അങ്ങനെ പ്രായപരിധിയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടോ ഇല്ല. നമുക്കിപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിനേക്ക് ഒരു പാഷൻ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അതിനെ ഒന്നെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആൾക്കാർക്കോ എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും പൈത്തൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ വരുന്ന പല സ്റ്റുഡൻസുകളും ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളിലേക്ക് വരുന്നത് കൂടുതലും ചിലപ്പോൾ അവരുടെ ഒരു പാഷൻ വെച്ചിട്ടായിരിക്കാം ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടി നമുക്കിങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനാണ് അന്ന് ഡെമോ എടുത്തിരുന്നത്. അപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ ആളിപ്പോൾ ദുബായിലാണുള്ളത്, അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നത്തെ ജോബ് ഷിഫ്റ്റ് ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ല, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനല്ല, പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്, ഒരു പാഷൻ, അത് പഠിക്കണം എന്നുള്ളത്. മുമ്പ് പലയിടത്തും പോയി, പക്ഷേ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ആൾക്കൊരു പേടി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ സംസാരിച്ചതിന് ശേഷം ആൾക്കൊരു കുഴപ്പമില്ല, ആൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അത് ബാച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ സാറ്റർഡേ എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ബാച്ച് നമുക്ക് ആ ബാച്ച് വരിക മെയിനായിട്ടും. പിന്നെ ഇപ്പോൾ SEO അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സുകളുണ്ടാവും. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല സ്കോപ്പുള്ളൊരു ടൈമാണ്. ഇപ്പം എനിക്ക് LPSA UPSA കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വെബിനാറിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചത് വീട്ടിലിരുന്ന് ഒരു പാർട്ട് ടൈം ബിസിനസ്സും ചെയ്യാനായിട്ട് ഇത് പറ്റും, പെട്ടെന്നൊരു ഏർണിംഗിലേക്ക് എത്താൻ പറ്റും അല്ലെ? പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ആൾക്കാർക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഏർണിംഗിലേക്ക് അവരുടെ വീട്ടിലിരുന്ന് ഈ ഒരു ജോലിയിലേക്ക് പറ്റും അല്ലെ? മെയിൻലി ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സുകൾ ചെയ്തിറങ്ങുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മളെ ലിങ്ക്ഡിനിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്, SEOയിലേക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക്. കാര്യം ഇപ്പോൾ കുറേ അധികം കമ്പനികൾ എമർജ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അവർക്ക് അത്യാവശ്യമാണ്. അത് നല്ല രീതിയിൽ ഇപ്പം നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പനി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യം നമുക്ക് കൂടുതലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടുന്ന് തന്നെ അവർക്കൊരു ഇന്റേൺഷിപ്പ് പോലെ നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈബർ ക്യാമ്പസിൽ തന്നെ. ലൈവ് പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് കുട്ടികളെ പാസ് ഔട്ട് ആക്കാൻ സാധിക്കും. അതായത് ഇവിടുന്ന് കുട്ടികൾ ഇറങ്ങുന്നത് ഫ്രഷർ ആയിട്ടല്ല,
എക്സ്പീരിയൻസോട് കൂടിയാണ് അതെ. അവർ ഇറങ്ങുന്നത്. അതാണ് digital അവർക്ക് ആ marketing ഒരു ന്റെ ലൈവ് പ്രത്യേകത. എക്സ്പീരിയൻസ് അവരുടെ കയ്യിലേക്ക് എത്തും. അതായത് ഇപ്പോൾ നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പല പ്രൊഡക്റ്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റുഡൻസിനെ ഇട്ടിട്ട് ലൈവായിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ, ഹാൻഡ്സ് ഓൺ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. ഇനി എനിക്ക് സാറിലേക്ക് വരികയാണ്. സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയിലാണ്. സൈബർ സെക്യൂരിറ്റിയിൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപകരിൽ ആദ്യത്തെ പൊസിഷനിൽ വരുന്നതാണ് ജിതിൻ സാർ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സാർ ഇതിലേക്ക് എത്തിയത്? ഞാൻ എൻ്റെ പ്രൊഫഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചതല്ലായിരുന്നു. ഞാൻ ട്രിപ്പിളിയാണ് ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ജോലി എടുത്തത് മെക്കാനിക്കലിലായിരുന്നു. അങ്ങനെ പല ഇതിൽ മാറി മാറി അങ്ങനെ വന്നാണ് ലാസ്റ്റ് പിന്നെ വീട്ടുകാർ പറഞ്ഞത് നീ എന്തെങ്കിലും പഠിക്കാൻ പോടാ, പണിക്കൊന്നും പോകാതിരിക്കില്ലെന്ന് ഓർത്തിട്ട് ലാസ്റ്റ് അവസാനം പറഞ്ഞു നിൻ്റെ ഒരു പാഷൻ നീ ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വന്നതാണ്. നമ്മൾ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സാറുമാരെയൊക്കെ അപ്രോച്ച് ചെയ്തു. പക്ഷെ അവരൊക്കെ നമ്മളെ കുറേ ഒന്ന് തള്ളി നീക്കുകയാണ് ചെയ്തത്. അത് മെയിൻലി നമുക്കൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ഒരു വാശി നമ്മൾ പഠിക്കുന്ന ആ ഒരു കാര്യത്തിനിടയ്ക്ക് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ അത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വയം ഏകദേശം പഠിച്ചു വന്നതാണ്. അതുപോലെ തന്നെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ കുറേ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ അപ്ഡേറ്റഡ് ആണ്, അതെ. മേഖലയിൽ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. മെയിനായിട്ടും നമുക്ക് ഇപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഈ കോഴ്സിലേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡെയിലി നമ്മളിപ്പോൾ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം അറ്റാക്കുകളും അല്ലെങ്കിൽ എമർജൻസി ത്രെറ്റുകളും നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ടെക്നോളജിയാണ് AI. അപ്പോൾ AI ഇപ്പോൾ റീസെൻ്റ്ലി ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷിങ് പോലെയുള്ള അറ്റാക്കുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. മുൻപ് നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് AI യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പോൾ ഹാക്കേഴ്സിന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി കുട്ടികൾക്ക് പോലും അതിൽ ഭയങ്കര താല്പര്യമാണ്. തീർച്ചയായിട്ടും മുതിർന്നവർക്കാണെങ്കിൽ ഇനി അത് എമർജിങ് ആണ്. പണ്ട് നമ്മൾ ഇപ്പം എഞ്ചിനീയറിംഗ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറയും ഇതാണ് ഇനി ട്രെൻഡ്. അതുപോലെ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് ഉള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ഇനി അങ്ങോട്ട് AI-ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് നൈസ്മോൻ സാറിലേക്ക് വരാം. അല്ലെങ്കിൽ സാറ് കൈകാര്യം ചെയ്യുന്ന പ്രോജക്ട്സിന് നെറ്റ് എന്താണ്, പല ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോഴും അറിയില്ല എന്താണ് നെറ്റിന്റെ ആവശ്യകത. PhD അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? PG ഉള്ളവരിൽ പലരും അതിലോട്ടൊന്നും പോകുന്നില്ല. അതെ, നെറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും പേടിയാണ്. അതെ അതെ. PG പഠിക്കുന്നുണ്ട്, ഒരു പേരിന് വേണ്ടി ഒരു PG എടുക്കുന്നു, പക്ഷേ നെറ്റിലോട്ട് ആരും എത്തിപ്പെടുന്നില്ല. അതിനൊരു പ്രധാന കാരണം ഞാനെപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ പഠിക്കുന്ന സിലബസും നെറ്റിൻ്റെ സിലബസും തമ്മിൽ ഒരു 60% ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന PG, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും സിലബസ് കുറേ കൂടി ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ താനും. പക്ഷേ 1-2 പ്രാവശ്യം എഴുതുന്നു, വീണ്ടും പരാജിതരാകുന്നു. അവിടെ ഒരു മെന്റൽ ഈ UPSC എഴുതുന്ന പോലെ തന്നെ ഒരു വലിയ മെന്റൽ പ്രഷറിലേക്ക് പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്. UPSC എഴുതുന്നതും ഈ നെറ്റ് എഴുതുന്നതും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ കൂടെ നമുക്ക് IAS എന്നോ IPS എന്നോ ചേർക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പരീക്ഷയുടെ ലെവൽ ഒരുപോലെയാണ്. UPSC ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഫിസിക്സ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ UPSC ഫിസിക്സ് മെയിൻ സൈഡ് എടുക്കുന്ന ഒരാൾക്ക് പോലും ഇത്രയും കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചതെന്നറിയാം, ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമുള്ള ടഫസ്റ്റ് എക്സാമിൽ 2 എണ്ണമാണ് ഈ UPSCയും UGC നെറ്റും വരുന്നത്. ബാക്കിയുള്ള CA പോലുള്ള എക്സാംസ് വരും. അത് 2 എണ്ണം ഒരേ രീതിയിൽ കുട്ടികൾ അണ്ടർ പ്രഷറിലേക്ക് പോവുകയാണ്. സത്യം അല്ലേ? ഇത് പലതവണ എഴുതിയാലേ നമുക്ക് ആദ്യത്തെ തവണ എഴുതുമ്പോൾ നമുക്ക് ഈ വരുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവരമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ തവണ നമ്മൾ ഇത് വീണ്ടും കൂടുതൽ പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതിലോട്ട്. ഇനി സാറ് ഇപ്പം പ്രത്യേകിച്ച് സാറിന്റെ സബ്ജക്ട് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം എന്ന് തന്നെ പറയാൻ പറ്റും. PhD ഒക്കെ അങ്ങനെയാണെങ്കിൽ സാറിന്റെ നെറ്റിന്റെ പ്രിപ്പറേഷനിൽ സാർ എടുത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പുതിയ അതിലെ തെറ്റുകൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് തിരുത്തി കൊടുക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഒരു തവണ എഴുതി നിരാശരാകരുതെന്നുള്ള കാര്യമാണ്. ഒരു തവണ പഠിച്ചിട്ട് എഴുതി, പക്ഷെ എന്നാലും കിട്ടിയില്ല. പിന്നെയും പഠിച്ചിട്ട് എഴുതി, കിട്ടിയില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ട് എഴുതിയതിൽ എനിക്ക് 3ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ഒരു തവണ എഴുതി കിട്ടിയില്ല എന്ന് കരുതി അല്ല, ചിലപ്പോൾ എനിക്ക് പോയത് 1.25 മാർക്കിനാണ് എനിക്ക് നെറ്റ് ഒരു തവണ ക്വാളിഫൈഡ് ആകാൻ പറ്റാതെ പോയത്. അപ്പം അത്രയും ചെറിയൊരു മാർജിനിലൊക്കെ നമുക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശ ഉണ്ടാവും. അപ്പം അങ്ങനെ നിരാശരാകാതെ നമ്മൾ വീണ്ടും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇനി എന്തൊക്കെ എക്സാംസ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റീസ് പ്രധാനമായിട്ടും ഇപ്പം 3 രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. 1 റിസർച്ച്, പിന്നെ 2 ലെക്ചർഷിപ്പ്, പിന്നെ 3 അധ്യാപക
പരീക്ഷകളിലുള്ള പ്രവേശനം പ്രവേശനങ്ങൾ കിട്ടും. അപ്പോൾ ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ അതും നമ്മൾ എന്താ എരുതിന്ന് പറചട്ടിയിലോട്ട് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ്. എൻ്റെ വൈഫും റിസർച്ച് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് പുള്ളിക്കാരി ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജിലെ ടെൻഷനും എനിക്കറിയാം, സയൻസ് ഫീൽഡിലെ ടെൻഷനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള റിസർച്ച് ആണെങ്കിൽ പോലും നമുക്ക് ഈ റിസർച്ചിൻ്റെ കൂടെ ടെൻഷനും സ്ട്രെസ്സും നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കണം. പിന്നെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യണം, പുതിയ കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് റിസർച്ചിനെന്ന് പറഞ്ഞാൽ ഒരു സിലബസ് ഇല്ല. നമ്മൾ അത്രയും കാലം പഠിച്ചത് ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചൊരു കാര്യം നമ്മളങ്ങ് എടുത്തെറിയുകയാണ്. ഒരു സിലബസ് ഇല്ലാത്തൊരു കാര്യത്തിലോട്ട് നമ്മളങ്ങ് എടുത്തെറിയുക. ഒരു ദിവസം കൊണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളങ്ങ് പോവുക. ആ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലുണ്ടാകുന്ന വിഷമങ്ങൾ, പിന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ തീസിസ് എഴുതുന്നത് വലിയൊരു കടമ്പ. അപ്പം അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് വലിയൊരു നെറ്റ് കാര്യമാണ്. ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ക്വാളിഫൈ ചെയ്തവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് ആണ് അല്ലേ? അതാണ് അതിന്റെ ഒരു fact. നമുക്ക് ഇതിന് പിന്നിലുള്ള കഷ്ടപ്പാട് തിരിച്ചറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ച് നെറ്റ് ക്വാളിഫൈഡ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വലിയ കാര്യം. പക്ഷേ ഇത് അറിയത്തില്ലാത്തവരെ സംബന്ധിച്ച് ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും. സംസാരം ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളെ ഇതൊക്കെ എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഈ ചാനലിലുള്ള എല്ലാവരും പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലിയിലേക്ക് ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പല എക്സാമിനും. സാറ് പറഞ്ഞ വലിയൊരു പോയിന്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു മോട്ടിവേഷനായിട്ട് തന്നെ കാണുക. പല എക്സാംസ് ക്ലിയർ ചെയ്യാൻ സമയം ആവശ്യമാണ്, അല്ലെ? സമയം ആവശ്യമാണുള്ള കാര്യം. അതിപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും അങ്ങനെയാണ്, നെറ്റ് പോലുള്ള പരീക്ഷകൾ ഏതാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. എപ്പോഴും പറയുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മാത്രമല്ല, അയാളുടെ ഫാമിലിയും അയാളോട് ചുറ്റും ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു മൈക്രോ സൊസൈറ്റി കാണുമല്ലോ, അവരും ഒരു സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് സ്വാഭാവികമായിട്ട് അയാളൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. കൂടെ ഫാമിലിയും സൊസൈറ്റിയും കൂടെ ഒരു പ്രഷറും കൂടെ കൊടുത്താൽ താങ്ങാൻ പറ്റാതായി പോകും. അതാണ് കാര്യം. ഒരാളുടെ സ്വപ്നമാണ്. അപ്പോൾ അതിനെ നമുക്ക് എല്ലാവർക്കും, നിങ്ങളുടെ ചുറ്റിനും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാതിരിക്കാം, അല്ലേ? അതാണ് ആദ്യത്തെ കാര്യം. ഇനിയും വരാൻ പോകുന്ന PSC പരീക്ഷകളെ പറ്റി ഏതൊക്കെയാണ്? നമ്മുടെ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്, ടീച്ചേഴ്സ് എഴുതുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇനി പ്രധാനമായും എക്സാംസ് വരാനുള്ളത്? ശില്പ മിസ് വേഗം പറഞ്ഞു കൊടുക്കാമോ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BEd ഉള്ളവർ കാത്തിരിക്കുന്ന ഒരു പരീക്ഷ HSA തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 10th ക്വാളിഫൈഡ് ആയവർക്ക് വരുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. LGS വരുന്നുണ്ട്, അതേപോലെ തന്നെ LDC പരീക്ഷകൾ. അതിപ്പോൾ എല്ലാ ജില്ലയും കഴിഞ്ഞിട്ടില്ല. ഒക്ടോബർ വരെ നമുക്ക് പരീക്ഷയുണ്ട്. നവംബറിൽ LGSന്റെ പരീക്ഷകളുണ്ട്. ടീച്ചർ, എന്തൊക്കെയാണ് CC+ന്റെ ഓണവിശേഷങ്ങളും ഓണക്കാര്യങ്ങളും ഒക്കെ പറഞ്ഞോളൂ. നമുക്ക് CC+ൽ ഒരുപാട് കോഴ്സുകളുണ്ട്, അല്ലേ? സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ഉണ്ട്, അതേപോലെ നമ്മുടെ നവോദയയുടെ 6ാം ക്ലാസ്സിലേക്കുള്ള കോച്ചിങ്, 9ാം ക്ലാസ്സിലേക്കുള്ള കോച്ചിങ്. 6ാം ക്ലാസ്സിലെ നവോദയയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഈ 16ാം തീയതി, അതായത് ഓണത്തിന്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ 16ാം തീയതി അത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നവോദയ സ്കൂളിലേക്ക് ചില പാരന്റ്സ് ഒക്കെ പറയും ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവർ ഒരു തവണയെങ്കിലും ആ നവോദയ സ്കൂൾ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എങ്ങനെയെങ്കിലും എന്റെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. അതെ, കഴിഞ്ഞ വർഷം കണ്ടില്ലേ, ഓരോരുത്തരും റിവീൽ ചെയ്തില്ലേ, കുഞ്ഞുങ്ങൾ പോയിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ വെച്ചപ്പം എന്തോരം നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഒരാള് പോലും അല്ലേ വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അങ്ങനെ പാരന്റ്സ് ശരിക്കും പറഞ്ഞാൽ കിട്ടാത്തതിൽ നിരാശയുള്ള എന്തോരം പാരന്റ്സ് നമ്മളെ വിളിക്കും, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ അഡ്മിഷൻ കിട്ടും. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എൻട്രൻസ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട്. കഴിഞ്ഞ വർഷം മുതലാണ് ഈ എക്സാമിന്റെ പാറ്റേണിൽ ഒരു മാറ്റം കണ്ടത്. അതായത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ മാത്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം പിള്ളേർക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ മലയാളം മീഡിയം കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസിയാണ് മാത്സ് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അവർക്ക് മലയാളം ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മലയാളം മീഡിയംകാർക്ക് ടഫായിട്ട് വരും. അങ്ങനെ ഭയങ്കര എക്സാമിൽ ഭയങ്കര ചേഞ്ചാ രണ്ടിലും. അതെ, നമ്മൾ ആദ്യം അത് 6ാം ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്തു, പിന്നെ അത് 9ാം ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് പോയത്. അപ്പൊ എഴുതി ആരെങ്കിലും ഒക്കെ എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പഠിക്കണം. വെറുതെ കിട്ടത്തില്ല ഈ എക്സാം. ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന പോലെ ഈ ഒരു എക്സാം കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കുവാണെങ്കിലും അതിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മെന്റൽ എബിലിറ്റി, നമ്മുടെ ലോജിക് അപ്രോച്ച്, അല്ലേ? അതെല്ലാമാണ് ഈ ഒരു ചെറുപ്രായത്തിലെ നമുക്ക് 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ പരീക്ഷ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത്. 6ാം ക്ലാസ്സിലേക്കാണ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളുടെ സക്സസ് റേറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ കഴിഞ്ഞ ബാച്ചുകളിലെ കുട്ടികളുടെ വിജയം നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക്
ഏറ്റവും നല്ല വിജയമാണ് നമുക്കുള്ളത്. ഓരോ ആശാ മിസ് ഫാരിഷാമിസിന്റെ അടുത്ത് ചോദിച്ചില്ലേ മിസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു കാര്യം എന്താന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു CC+ലെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു നമുക്ക് ഒരു റാങ്ക് ഫയൽ ഇട്ട് വായിച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയല്ല, മികച്ച ക്വസ്റ്റ്യൻ പാറ്റേൺ അധ്യാപകർ മാറി. ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ടീമുണ്ട് അവിടെ. അതായത് പണ്ട് റാങ്ക് ഫയൽ വാങ്ങിച്ചൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, പക്ഷെ ആ പാറ്റേണേ മാറി. അതുകൊണ്ട് യാതൊരുവിധ ഗുണവും അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന കുറച്ച് പ്രൊജക്ട്സ് കാണാം ഈ സിവിൽ സർവീസ് ഫൗണ്ടേഷന്. ആരെങ്കിലും ഒക്കെ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എങ്കിൽ വിചാരിക്കുക, സിവിൽ സർവീസിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പിന്റെ ആദ്യ പടികൾ അത് നിങ്ങൾക്ക് പത്രം വായനയാകാം, NCERT സബ്ജക്റ്റിന്റെ കൃത്യമായ ക്ലാസ്സുകളാണ്. മക്കൾക്ക് ഇതിനോട് അവയർനെസ്, ഒരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നൽകുന്നത്. ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാനായിട്ട് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ പാരന്റ്സിന് എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയാമോ. അവരൊക്കെ വീട്ടിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ അതെങ്ങനെ വായിക്കണം, അതേപോലെ അവർ കുറച്ച് ദിവസം അത് വായിച്ചു കഴിയുമ്പോൾ അവരതൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കും. അവരുടെ ഒരു ഓവറോൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെയാണ് നടത്തുന്നത്. അതിനെപ്പറ്റിയൊക്കെ കൃത്യമായി ടീച്ചറിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ചാനലിലൊക്കെ ഉണ്ടല്ലേ, CC+ന് മാത്രമായിട്ടൊരു ചാനലുണ്ട്. നമ്മുടെ ചാനല് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം നമ്മളുടെ ചാനലിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കാറുണ്ട്. ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്. നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ അല്ലെ, ഓരോ ഈവന്റ്സ് വരുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ പെൻഡിയിലൊക്കെ എന്തോരം കുട്ടികളുണ്ട്. കളരി നമ്മൾ നടത്താറുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് CC+ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹബിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും വീണ്ടും നമ്മുടെ സെറ്റ് എക്സാംസ്, ടീച്ചറെ സെറ്റ് എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിന് സെറ്റ് എഴുതണം, അല്ലെങ്കിൽ ഒരു ഇപ്പം ടീച്ചറിന്റെയൊക്കെ ഒരു കാലം എന്ന് തന്നെ പറയാൻ പറ്റൂല്ലേ, എന്തൊക്കെയാണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അധ്യാപക തസ്തികയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ നിൽക്കുന്ന കാലമാണ്. പക്ഷെ PG BEd കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇനി വരുന്ന ഒരു കാലം എന്ന് പറയുന്ന ഒരു സുവർണകാലം തന്നെയാണ്. കാരണം ഇനി അതായത് ക്വാളിഫിക്കേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ PG BEd ഉള്ളവർക്ക് അവരുടെ ആ ഒരു ലെവലിലുള്ള ക്വാളിഫയിങ് എക്സാം തീർച്ചയായും സെറ്റ് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു സെറ്റിന്റെ നേടിയെടുക്കുക എന്നുള്ള ആവശ്യകത ഇനിയുള്ള കാലത്ത് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്നോണം കഴിഞ്ഞ 2 സെറ്റ് പരീക്ഷകളിലും ജനറൽ പേപ്പർ നല്ല സ്റ്റാൻഡേർഡോടെ പാറ്റേൺ ചേഞ്ചും വന്നു അല്ലേ? അതെ, നല്ല സ്റ്റാൻഡേർഡോടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അപ്പൊ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ പറ്റും, എല്ലാ വർഷവും ഈ 2 എക്സാമുകളിലും നല്ല ഒരു വിജയ ശതമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ 11 സബ്ജക്റ്റിലും സെറ്റ് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഹിസ്റ്ററി ഉൾപ്പെടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 സബ്ജക്റ്റിലും സെറ്റ് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. സെറ്റ് എക്സാം ഇത്രയും വർഷം 5-6 വർഷമായിട്ട് നമ്മൾ സെറ്റ് എക്സാമുമായിട്ട് മുന്നോട്ടുണ്ട്. അപ്പം HSIയിൽ എഴുതുന്നവരുണ്ട്, HSST എക്സാം മുന്നിൽ കാണുന്നവരുണ്ട്. ഇനി ഒരു സെറ്റ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ള മെയിൻ അവസരങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് ഇനി നമ്മൾ വളരെ അധികം എക്സ്പെക്ട് ചെയ്യുന്ന 2 നോട്ടിഫിക്കേഷൻ HSAയും HSSTയും തന്നെയാണ്. കാരണം 2 എക്സാമിന്റെയും റാങ്ക് ലിസ്റ്റ് 2023 നിലവിൽ വന്നത്. സോ 2026 ആകുമ്പോൾ അതിന്റെ വാലിഡിറ്റി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുന്നിലുള്ള ഈ ഒരു കുറച്ച് മാസങ്ങൾക്കകം തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാടെടുത്ത് സെറ്റ് കോഴ്സുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഉണ്ട്. എന്താണ് ടീച്ചർ നയിക്കുന്ന CCയിലെ സെറ്റ് കോഴ്സിന്റെ പ്രത്യേകത? അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ കൂടെ അതായത് നമ്മുടെ കൂടെ വരുന്നവർ മുഴുവൻ ചിലപ്പോൾ പല ഭാഗത്തും കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചിട്ട് അവർക്കൊട്ടും സക്സസ് ആവാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഒരു ഷോർട്ട് പീരീഡിലൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ പറയുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിലബസ്, അതായത് കറക്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ലൈവിൽ നമ്മുടെ ടീച്ചേഴ്സ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2016 സിലബസ് റിവൈസ് ചെയ്തതിന് ശേഷം റീസെന്റ് ആയിട്ട് അത് LBSന്റെ സൈറ്റിൽ പോലും 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ 2016 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഹാർഡ് കോപ്പി വെച്ച് തന്നെ അത് അനലൈസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത്. സിലബസിനെ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതില് മികച്ച അധ്യാപകർ വരുന്നു. ഇപ്പം നൈസ്മോൻ സാർ ആണെങ്കിലും വിദ്യാ മിസ് ആണെങ്കിലും ഒരുപാട് നല്ല അധ്യാപകർ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട്. ചാനലും ഒക്കെ ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞേക്കൂ. നമുക്ക് CC സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് എക്സാമുമായിട്ട് മാത്രം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട്.
ഡെയിലി അതിൽ നമ്മളെല്ലാ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ LGSന്റെ സമയമാണല്ലോ. LGSന്റെ പുതിയ എക്സാംസിന്റെ എല്ലാ ഡേറ്റും വന്നു. കുട്ടികൾക്ക് ഏറ്റവും പ്രയാസം ഇപ്പോഴും കണക്ക് പഠിക്കാനാണ്. അതെന്തുകൊണ്ടാണ് ഈ കണക്ക് പഠിക്കാൻ? സാധാരണഗതിയിലെ കണക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വെട്ടാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതാണ്. എന്നിട്ട് അവർ സെക്രട്ടറിയേറ്റിന്റെ കോഴ്സ് ജോയിൻ ചെയ്യും, ഇന്ന് വെട്ടാൻ അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അവര് വെട്ടാൻ അറിയാതെ നമ്മളിപ്പം മാത്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അവർ നേരെ എടുക്കുന്ന പലിശ അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് അങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകളാണ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ തുടക്കം ഒരു വെട്ടാനൊക്കെ പഠിച്ച് ഭിന്നസംഖ്യ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പഠിക്കുവാണെന്ന് സംഖ്യകൾ അങ്ങനെ ലസാഗു ഉസാഗു അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? കണക്ക് സത്യം പറയാൻ പ്രയാസമുള്ളതൊന്നുമല്ല. കാരണം അല്ലേ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ കണക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായതുകൊണ്ടാണോ? ആയാലും ഇംഗ്ലീഷ് ആയാലും ഇതിനൊരു ബേസിക് വേണം. അത് ബേസിക് ഉണ്ടാവണമെങ്കിൽ അതൊരു ഓർഡറിൽ പഠിക്കണം. അത് പല കുട്ടികൾക്കും അറിയില്ല. ഇപ്പൊ നമ്മള് പൊതുവെ ഒരു ക്ലാസ്സിൽ ചെന്നിരിക്കും, ആ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അവർ അതിനൊപ്പം പോവുക ചെയ്യുക. പക്ഷെ അതല്ല, നമ്മൾ ഇരിക്കുന്ന അതാണ് ഓഫ്ലൈൻ സെന്ററിന്റെ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മള് 2 ക്ലാസ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോൾ അവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അതിലേക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അതായത് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നമ്മളങ്ങ് പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും അപ്കമിങ് എക്സാംസിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. LDC നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്, LGSും അതുപോലെ ഇപ്പൊ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു 3 ജില്ലയുടെ ഒരു ഡിസംബർ മാസത്തോടെ പോലെയുള്ള ജില്ലകളുടെ ഒന്നും വന്നിട്ടില്ല. അതിപ്പോ ഡിസംബറിലായിരിക്കും. ഇനി ഈ വർഷം നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറൊക്കെ പ്രതീക്ഷിക്കുന്നില്ലേ? അതുപോലെ തന്നെ പോലീസും അല്ലെ? പോലീസ് പോസ്റ്റുകളിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടഫായിരുന്നു പരീക്ഷകളെങ്കിലും ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളാണ് അതെല്ലാം. CPOയിൽ നമ്മുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഒരുപാട് കുട്ടികൾ പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരുപാട് പേര് ഈ ടീമിൽ നിന്ന് ഇപ്പൊ ഈ ബറ്റാലിയനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പഠിച്ച് തുടങ്ങാൻ നമ്മുടെ +2 ഉള്ള കുട്ടികളൊക്കെ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ലിസ്റ്റിൽ വരികയുള്ളൂ അല്ലേ? കാരണം നല്ല കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് ഈ PC പഠിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, കുറേ വലിച്ചു വരൂ റാങ്ക് ഫയൽ എടുത്തു വെച്ച് അതെങ്ങനെ അതേ പേജ് മുതൽ പഠിച്ചു തുടങ്ങാം. ഒരു 3 വോളിയത്തിന്റെ റാങ്ക് ഫയലുകൾ കുറെ ഉണ്ടാവും മാർക്കറ്റിൽ. അത് ഇത് വെച്ചിട്ടാണ് LGSന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളും അത് മനസ്സിലാക്കി എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അത്ര പഠിച്ചാൽ മതി. അതാണ്. ഇനി പ്രധാനമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരാനിരിക്കുന്നുണ്ട്. ഹൈക്കോർട്ട് എക്സാം ഡേറ്റ് വന്നു, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വന്നു, പിന്നെ ഹൈക്കോർട്ട് OA നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ടെക്നിക്കലി ഒക്കെ ഒരുപാട് എക്സാംസ് വിളിക്കുന്നുണ്ട്. ഇപ്പം ഫിറ്ററിന്റെ മെക്കാനിക്കൽ ഫിറ്ററിന്റെ കഴിഞ്ഞ ദിവസം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നവംബറിലാണ് എക്സാം വരുന്നത്. അറിയത്തില്ലാന്ന് തോന്നുന്നു. ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ശരിക്കും കോഴ്സ് വൈസ് തന്നെ ഉണ്ട്. നമുക്കൊരു ചാനലുണ്ട് ടെക്നിക്കൽ എക്സാംസ് മാത്രമായി നടത്തുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടർ എക്സാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോലുള്ള HSST കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എക്സാംസ് വരുമ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീടുള്ളത് നമ്മുടെ സിവിലും മെക്കാനിക്കലും ഒക്കെ കഴിഞ്ഞവരോടുള്ള അവസരങ്ങൾ മനസ്സിലാക്കുക. ഇനി ട്രേഡ്സ്മാൻ പോലുള്ള ഇത് അറിയാം. പിന്നെ PSCയിൽ വിളിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അധ്യാപക പരീക്ഷ HSA എക്സാംസ് ആണ്. HSAയുടെ ക്ലാസ്സുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോ ഡ്രൈവർ പരീക്ഷ. ഡ്രൈവർ ചില പാഷനായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, അതായത് അവരുടെ ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാൻ പറ്റിയ അവസരങ്ങളൊക്കെ തന്നെയുണ്ട് ഡ്രൈവർ എക്സാം. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഇപ്പോൾ നമുക്ക് നല്ലൊരു ബാച്ച് ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റോടുകൂടി ബാച്ച് അവസാനിപ്പിച്ചു. അതായത് പരീക്ഷ തീർന്നു. ഇനി പുതിയ നോട്ടിഫിക്കേഷൻസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്ന ഇതാണ്. അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയാലും ടൈപ്പിസ്റ്റ് ആയാലും ഒരേ സിലബസിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചറെ എനിക്ക് പറയാനുള്ള മറ്റൊരു എക്സാം എന്ന് പറയാൻ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസ്. ഇപ്പോൾ BCom കോർപ്പറേഷൻ ഒക്കെ പഠിച്ചവർക്ക് 3 മാസം കൂടുമ്പോഴാണ് നമുക്ക് പരീക്ഷകൾ ഉള്ളത്. അപ്പൊ അതും ഇനി വരാനുള്ളതാണ്. കേരള ബാങ്ക് പരീക്ഷകൾ, OA, പിന്നെ അതുപോലെ ഇതിനൊക്കെ സെപ്പറേറ്റ് ചാനലുകളുണ്ട്. എല്ലാവരും അറിയുക, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിന്റെ ചാനലുകൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കാം. ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ കോഴ്സുകളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഉണ്ട്. ഇനിയും ടീച്ചറെ, ശ്രീകല മിസ്സേ, അവസാനമായിട്ട് എന്താണ് നമ്മുടെ ഓണത്തിന് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ്? ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുതിയ തുടക്കവും കൂടിയാണ് അല്ലേ? ഇപ്പോൾ ഓണം നമ്മൾ ആഘോഷിച്ചു, അത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്.
അപ്പോൾ ഈ ഒരു നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു ടീമാണ്. ആൻഡ് അബവ് ഓൾ നമുക്കൊരു യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 3 വയസ്സുള്ള കുട്ടി മുതൽ എത്ര പ്രായമുള്ളവരാണെങ്കിലും അവരുടെ എല്ലാ സ്കിൽ ഡെവലപ്മെന്റ് ഭാഗമാകാനും ഇത്രയും നാൾ സിസിക്ക് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം വേണ്ടേ? അപ്പോൾ എല്ലാ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു ഓഫർ എന്ന് പറയുമ്പോൾ അത് തികച്ചും കോഴ്സ് വൈസ് ഡിപ്പാർട്ട്മെന്റ് വൈസ് സെപ്പറേറ്റ് ആയിട്ട് പുതിയ ബാച്ചുകളോട് കൂടിയിട്ടുള്ള ഒരു ഓഫറാണ് നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നത്. നമ്മൾ 18-ാം തീയതി നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ ബാച്ചുകൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓഫറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ഓഫർ എന്നല്ല, ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതത് കോഴ്സുകളുടെ റെലവൻസും ഉദ്യോഗാർത്ഥികളുടെ ഒരു എന്താ പറയുക ആവശ്യങ്ങളും അനുസരിച്ചുള്ള കൃത്യമായ ഓഫേഴ്സോടുകൂടി ഞങ്ങൾ 18-ാം തീയതി പുതിയ ബാച്ചുമായിട്ട് ഞങ്ങൾ ഫുൾ ടീം ഓണം കഴിഞ്ഞുണ്ടാവും. സീസൺ ഏറ്റവും പുതിയ കോഴ്സുകൾ കൂടെ പരിചയപ്പെടുത്താം. മോണ്ടിസോറി TTC വരുന്നുണ്ട്, എല്ലാവർക്കും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മൾ വീട്ടമ്മമാരായിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ വരികയാണ്. അപ്പോൾ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ക്ലാസ് തന്നെ എടുക്കുന്നതാണ് അടുത്ത് തന്നെ. അപ്പം എല്ലാ കോഴ്സുകളും വരുന്നുണ്ട്. CC എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതൊരു പരീക്ഷയെ സംബന്ധമായിട്ടും നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് എന്തിനും ഏതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഞങ്ങൾ CC ഫാമിലിയുടെ ഓണാശംസകൾ.